സിറോ മലബാർ സഭയിലെ കുർബാന തർക്കത്തിൽ അന്തിമ നിലപാട് സ്വീകരിക്കാനുള്ള സിനഡ് ഓഗസ്റ്റിൽ ചേരാനിരിക്കെ പുതിയ വെളിപ്പെടുത്തലുകളുമായി ആർച്ച് ബിഷപ്പ് ജോസഫ് പംപ്ലാനി. കുർബാന തർക്കത്തിൽ അതിരൂപതയ്ക്കുള്ള ഇളവ് തുടരുമെന്ന് ആർച്ച് ബിഷപ്പ് സൂചന നൽകി. ഇളവ് നൽകിയത് സിനഡ് ഒന്നിച്ചുള്ള തീരുമാനമെന്നും കുർബാന തർക്കത്തിന്റെ മറവിൽ തന്നെ വിശ്വാസികൾ ശാരീരികമായി മർദ്ദിച്ചെന്നും വെളിപ്പെടുത്തൽ. എറണാകുളത്തിന്റെ ചുമതലയിൽ തുടരുമെന്ന സൂചനയും ആർച്ച് ബിഷപ്പ് നൽകി. സിറോ മലബാർ സഭയുടെ വർഷകാല സമ്മേളനം ഓഗസ്റ്റിൽ ചേരാനിരിക്കെയാണ് കുർബാന തർക്കത്തിലടക്കം പരസ്യ നിലപാടുമായി തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പും സിനഡ് സെക്രട്ടറിയുമായ എറണാകുളം അങ്കമാലി അതിരൂപത വികാരി ജനറൽ ആർച്ച് ബിഷപ്പ് ജോസഫ് പാംപ്ലാനി രംഗത്തെത്തിയത്. കുർബാന തർക്കത്തിലെ അന്തിമ തീരുമാനം, എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്കായി 3 പുതിയ ബിഷപ്പുമാർ എന്നിവ അജണ്ടയിലെ മുഖ്യ വിഷയങ്ങളാണ്. ഇതിനിടയിലാണ് കുർബാന തർക്കത്തിൽ എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്കുള്ള ഇളവ് തുടരുമെന്ന് മാർ പാംപ്ലാനി സൂചന നൽകിയത്. അതിരൂപതയുടെ ഭരണത്തിൽ തുടരുമെന്ന സൂചനയും അദ്ദേഹം നൽകി. അതിരൂപതയ്ക്കുള്ള ഇളവ് നൽകിയ തീരുമാനം സിനഡ് ഒന്നിച്ചെടുത്തതാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. എന്നാൽ ഈ തീരുമാനം നടപ്പാക്കിയതിന്റെ പേരിൽ വിശ്വാസികൾ തന്നെ വളഞ്ഞിട്ട് ആക്രമിച്ചുവെന്നും മർദ്ദനമേറ്റ പാട് തന്റെ ദേഹത്ത് 1 മാസത്തോളം മായാതെ കിടന്നെന്നും മാർ പാംപ്ലാനി വൈകാരികമായി പ്രതികരിച്ചു. എന്നെയും പോലും എൻ്റെ പുറത്ത് ആഞ്ഞടിച്ച ഒരു വ്യക്തിയുണ്ട്. അദ്ദേഹത്തിൻ്റെ കൈവിരൽ പാടുകൾ എൻ്റെ പുറത്ത് ഒരു മാസത്തോളം മായാതെ കിടപ്പുണ്ട്. ആ ഒരു വ്യക്തി തന്നെ എൻ്റെ ഡ്രൈവറെ ചവിട്ടി വീഴ്ത്തുകയും എറണാകുളം അരമനയിൽ വെച്ച് ചവിട്ടി വീഴ്ത്തി അവൻ്റെ കഴുത്തിൽ ചവിട്ടി പിടിച്ചിട്ടുണ്ട്. ഇപ്രകാരമുള്ള സംഭവങ്ങളൊക്കെയും നടന്നതാണ്. ഇതെല്ലാം പലരുടെയും മുമ്പിൽ സംഭവിച്ച അതൊക്കെ കാണുമ്പോൾ എനിക്ക് മനസ്സിലാകുന്നുണ്ട്, ചിലരിതിനകത്ത് അനാവശ്യമായി നുഴഞ്ഞു കയറി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നവരുണ്ട്. അത്തരത്തെക്കാരെക്കുറിച്ച് നിങ്ങളും ജാഗ്രത പാലിക്കണം. സിറോ മലബാർ സഭാ ദിനമായ ജൂലൈ 3 സഭാ ആസ്ഥാനമായ കാക്കനാട് മൗണ്ട് സെന്റ് തോമസിനു മുൻപിൽ കുർബാന അനുകൂലികൾ നടത്തിയ പരസ്യ പ്രതികരണമാണ് ആർച്ച് ബിഷപ്പിനെ ചൊടിപ്പിച്ചത്. ന്യൂസ് മലയാളം, കൊച്ചി.